അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോവയ്ക്ക വെച്ചിട്ട് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു അടിപൊളി ഒരു സംഭവമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ കഴുകിയെല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കും. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് എടുത്തിട്ട് നമുക്ക് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് പഴുത്ത കോവയ്ക്കയും പച്ച കോവയ്ക്കയും ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ സാധാരണ മെഴുക്കോട്ട് വെക്കുമ്പോൾ പഴുത്ത കോവയ്ക്ക മാറ്റത്തില്ല, ആ ഒരു പ്രശ്നമൊന്നുമില്ല. ഇത് രണ്ടും കൂടെ നമുക്ക് യൂസ് ചെയ്തങ്ങ് നമുക്ക് ചതച്ചെടുക്കാവേ. അത് ഇച്ചിരി മൂത്തതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി ഞെട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിന്ന് ചതച്ച് റെഡിയാക്കി ഇപ്പോൾ കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. അപ്പോൾ നമ്മുടെ കോവയ്ക്ക എല്ലാം ഉണ്ടല്ലോ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പരിപാടി വെച്ചാൽ നമ്മുടെ ചീനച്ചട്ടിക്കതാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണം. ഓൾറെഡി നമ്മുടെ ചട്ടി നല്ല ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് നല്ലത്. കാര്യം വെച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റിന് ഒക്കെ നല്ല വെളിച്ചെണ്ണയാണ്. നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കൊണ്ടിട്ടോ ഇതിനകത്ത് നമുക്ക് സ്വല്പം കടുക് കൊടുക്കാം. അപ്പോൾ ഈ കടുക് പൊട്ടി വരുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് നമ്മുടെ ചതച്ച് വെച്ച നമ്മുടെ കോവയ്ക്ക ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഇതിനകത്ത് ഒന്ന് അത്യാവശ്യം ഒരു 3/4 പങ്കോളം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. എങ്ങനെ ഇവിടെ കിടന്നു വേവിക്കട്ടെ. അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇളക്കി റെഡിയാക്കി ഒന്ന് ഇത് പറയാം. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് വേറെ സാധനങ്ങൾ ചേർത്തില്ല, ആകെ നമ്മൾ കടുക് മാത്രമേ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി റെഡിയാക്കി അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ചെറിയ തീ വെച്ചാൽ മതി. ഒരുപാട് തീ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു ഒന്ന് വെന്ത് വേണ്ട. അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അരിഞ്ഞ് നമ്മൾ എന്താ പറയുക വേവിക്കാൻ വെച്ച നമ്മുടെ കോവയ്ക്ക ഏകദേശം ഒരു 3/4 ഭാഗോളം വെച്ചിട്ടുണ്ട്. നമ്മളത് ഒന്ന് ഇളക്കിയിടാവേ. അപ്പോൾ ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ബീട്രൂട്ട് കൂടെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മളെന്തിനാന്ന് വെച്ചിട്ടുണ്ടല്ലോ ഒരു കളറിന് വേണ്ടിയാണ്. കളറും കിട്ടും, ഈ കൂട്ടാനൊരു സ്പെഷ്യൽ ടേസ്റ്റും കൂടെ വരും. അതുകൊണ്ടാണ് നമ്മൾ ബീട്രൂട്ട് കൂടെ ചേർക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് ഇളക്കി ബീട്രൂട്ടും കൂടെ നമുക്കൊന്ന് വെന്ത് കിട്ടണം. അതാണ് നമ്മുടെ വേണ്ടി. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കൂട്ടി വെച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാവേ. നമുക്ക് വെള്ളവും കാര്യങ്ങളും ഒന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല. എന്താ പറയുക ലോ ഫ്ലെയിമിൽ നമുക്ക് വെച്ചിട്ട് ഇതൊന്ന് വെന്തെടുത്താൽ മതി. അപ്പോൾ അതാണ് അപ്പോൾ ആ വേവുന്ന സമയത്തിന് നമുക്ക് ഒരു കൂട്ട് കൂടെ അരച്ചെടുക്കണം. അപ്പോൾ ആ കൂട്ടിന് ആവശ്യമായിട്ട് നമ്മൾ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 മുറിയോളം തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മൾ ഒരു 3-4 നമ്മുടെ എന്താ പറയുക ചുവന്ന ചെറിയുള്ളി. ഇത് ചെറിയുള്ളി ഇച്ചിരി വലുതായതുകൊണ്ടാണ് നമ്മൾ 4 കഷ്ണം എടുത്തത്. കുറച്ചും കൂടെ ചെറിയതാണെങ്കിൽ മാത്രം ഒരു 2-3 കഷ്ണം കൂടെ കൂടുതൽ എടുക്കാം. പിന്നെ നമ്മുടെ നല്ല എരിയുള്ള പച്ചമുളക്. അപ്പൊ ഈ സാധനം എല്ലാം കൂടെ നമുക്ക് കോവയ്ക്ക നമ്മൾ എന്താ പറയുക കോവയ്ക്കയും ബീട്രൂട്ടും കൂടെ സെറ്റ് ആകുന്ന സമയത്ത് അതുപോലെ കോവയ്ക്ക നമ്മൾ അരച്ചെടുത്ത പോലെ തന്നെ ഇത് ഒന്ന് ചതച്ചെടുക്കണം. അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നമ്മുടെ സാധനം ഇവിടുന്ന് വേഗം ചെയ്യും. അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചിപ്പം റെഡി ആയി കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ വേഗം വെച്ച നമ്മുടെ സാധനങ്ങളെല്ലാം അതേ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ എന്താ പറയുക നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ തേങ്ങയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ അന്നേരം ഏകദേശം 1 തണ്ട് കറിവേപ്പില നമ്മൾ അന്നേരം ഇതിൻ്റെ കൂടെ ചതച്ചിട്ടുള്ളൂ. ബാക്കി കറിവേപ്പില നമുക്ക് അല്ലാതെ ഇതിൻ്റെ അകത്ത് തന്നെ ചേർക്കാനായിട്ടാണ്. അപ്പം നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇതിനകത്ത് മുളക് പൊടിയും കാര്യങ്ങളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. നമ്മുടെ പച്ചമുളകിനാണ് ഇതിൻ്റെ എരി ബാലൻസ് ചെയ്യുന്നത്. പിന്നെ ഒരു സ്വല്പം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. കാന്താരി മുളക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ടേസ്റ്റ് ആയിരിക്കും സാധനം ചേർത്ത് കഴിഞ്ഞാൽ. അപ്പം നമുക്കിനി കറിവേപ്പിലയും കൂടെ ഇതിൽ കൊടുക്കാം. ഇനി ഒരുപാട് നമുക്ക് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിന്റെ ഫൈനൽ സ്റ്റേജ് ആയി. ഇനി ഒന്ന് ഇതെല്ലാം ഒന്ന് നിവർത്തിയിട്ട് ഒന്ന് ഇതാക്കി എടുത്താൽ മതി. കാരണം നമ്മുടെ ബീട്രൂട്ടും കോവയ്ക്കും എല്ലാം നന്നായിട്ട് വെന്തിട്ടിട്ടുണ്ട്. പിന്നെ ഇനി തേങ്ങ ഇട്ടതിന് ശേഷം ഒത്തിരി ഇട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കേണ്ട കാര്യമില്ല.
അല്ലാതെ തന്നെ ഇത് സെറ്റാക്കിയിട്ട്. അപ്പം ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ഉണ്ടോ എന്ന് നോക്കാം. ആവശ്യമെങ്കിൽ കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിവ് വേണമെങ്കിൽ എന്താ പറയുക, പച്ചമുളക് വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പുണ്ട്, എരിയുണ്ട്, എല്ലാം ഉണ്ട്. നല്ല സെറ്റായിട്ടുണ്ട് സംഭവം. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇനി കോവയ്ക്ക കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ കോവയ്ക്ക ഒന്നെങ്കിൽ തീയലുണ്ടാക്കും, അല്ലെങ്കിൽ മെഴുകുവരട്ടി വെക്കും, തോരൻ വെക്കും. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതാ ഇതുപോലെ ചെയ്ത് നോക്കും. അപ്പോൾ ഈ നമ്മളിപ്പോൾ ബീട്രൂട്ടിന് പകരം ഉണ്ടല്ലോ, നമുക്ക് ക്യാരറ്റ് വേണമെങ്കിൽ ചേർക്കാം. അതും അടിപൊളി സംഭവമായിരിക്കും. നല്ല ചപ്പാത്തിയോടൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ. ചോറൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് കണ്ടല്ലോ, ഇതൊക്കെ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഒരു സംഭവം. അപ്പോൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ടുള്ളവർ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊന്ന് നമ്മുടെ കമൻറ്റിൽ നിന്ന് എഴുതുക. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും തൽക്കാലത്തേക്ക് ഇതിലേക്ക് ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.